ഒരു സിനിമ കണ്ടിരിക്കുന്ന ആ ത്രില്ലോടുകൂടിയാണ് ഇന്ന് ഉച്ച മുതൽ നാം ഇതുവരെ കണ്ട കേരളത്തിലെ ഗവർണറെ തടയൽ എന്ന് പറയുന്ന കലാപരിപാടി കണ്ടിരുന്നത്. ഗവർണറെ രാവിലെ കൊല്ലത്ത് തടയാനായി SFI പ്രവർത്തകരെത്തുന്നു. ഗവർണർ പുറത്തിറങ്ങുന്നു. തുടങ്ങുന്ന വലിയ പ്രതിഷേധം ഇരമ്പുന്നു. അവിടെ ഗവർണർ ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലും മറ്റും ഫോൺ ചെയ്യുന്നു. തുടർന്ന് സൈബർ സഖാക്കൾ സോഷ്യൽ മീഡിയയിലടക്കം ഗവർണറെ കളിയാക്കിക്കൊണ്ട് ഈ ഫോണും പിടിച്ചിരിക്കുന്ന ചിത്രം വെച്ച് കളിയാക്കിക്കൊണ്ട് ട്രോളുകളിറക്കി, വലിയ രീതിയിൽ ട്രോളുകളിറക്കി അർമാദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ കേന്ദ്രത്തിൻ്റെ പ്രത്യേക മെസ്സേജ് ഇവിടെ എത്തുന്നു. ഗവർണർക്ക് CRPFൻ്റെ ഇസഡ് കാറ്റഗറി സുരക്ഷ നൽകിക്കൊണ്ട് കേന്ദ്ര സുരക്ഷ ഗവർണർക്ക് നൽകുന്നു എന്നുള്ളത്. ഇവിടെ ഗവർണർക്ക് ഒരു സുരക്ഷ നൽകുന്നു എന്നതിലല്ല വിഷയം. പകരം ഗവർണർക്ക്, അതായത് കേരളത്തിൻ്റെ ഭരണത്തലവനായ ഗവർണർക്ക് പോലും കേന്ദ്രത്തിൻ്റെ സുരക്ഷ കേരളത്തിൽ ഇറങ്ങി നടക്കാൻ ആവശ്യമാണ് എന്നൊരു വലിയ ഒരു പ്രചാരണമാണ് ഇതോടുകൂടി ഉണ്ടായിരിക്കുന്നത്. ദേശീയ തലത്തിൽ തന്നെ, അതായത് കേരളത്തിൻ്റെ ഗവർണർ, ഭരണത്തിൻ്റെ തലവനായ ഗവർണർക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യം. പുറത്തിറങ്ങി നടക്കണമെങ്കിൽ കേന്ദ്രസേനയുടെ സുരക്ഷ വേണ്ട ഒരു സാഹചര്യം. നമ്പർ 1 കേരളമാണ്, ഇത് സുരക്ഷിതമാണ്, പൂങ്കാവനമാണെന്ന് പറയുന്നവരുടെ മുഖത്തേറ്റ അടിയാണ്. ഏതായാലും കഴിഞ്ഞ കുറേ നിമിഷങ്ങളായി സോഷ്യൽ മീഡിയയിൽ അർമാദിച്ചിരുന്ന സൈബർ സഖാക്കളെ കാണാൻ കഴിയുന്നില്ല. ഒറ്റയടിക്ക് SFIക്കാരെയും സംസ്ഥാന ഭരണ നേതൃത്വത്തെയും സൈബർ സഖാക്കളെയും ചുരുട്ടിക്കെട്ടിയ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഒറ്റയാനല്ല, ഒരു പ്രസ്ഥാനം തന്നെയാണ്. ന്യൂസ് ഇന്ത്യ മലയാളം.